നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതായത് നമ്മൾ കുറേ സെന്റൻസുകൾ മലയാളം സെന്റൻസ് ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ കുറേ പഠിച്ചു. അപ്പൊ ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം എടുത്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മലയാളം കേൾക്കുമ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് അത് ഇംഗ്ലീഷിലോട്ട് പറ്റുന്നുണ്ട്, പക്ഷെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. അത് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമുക്കിന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന ഈ പുസ്തകം വായിച്ചിട്ട് നമുക്ക് ഓരോ വാക്കുകളുടെയും അർത്ഥം ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ നമുക്ക് നോക്കാമല്ലോ. അപ്പൊ ഇത് ഈ ഒരു മോഡൽ ഞാൻ ആദ്യം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. വാ, ഇതെന്റെ മക്കളുടെ പുസ്തകമാണ്. നിങ്ങളുടെ കയ്യിലും ഈ ഒരു പുസ്തകം കാണും. നിങ്ങളുടെ മക്കളുടെ കയ്യിലൊക്കെ കാണുമായിരിക്കും. പുസ്തകം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വായിക്കുക പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, കുട്ടികൾ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ പകുതി ആൾക്കാരും ചിന്തിക്കുക എന്താ, മാൻ എന്ന് പറയുന്നതിൽ എന്താ ഒരു പുരുഷൻ എന്ന ഒരർത്ഥത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മാൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വാക്ക് തരുന്നത് നിങ്ങൾ അതും നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് അർത്ഥങ്ങളും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ മാൻ എന്ന് പറയുന്നതിന് ആൺ എന്ന അർത്ഥവും ഉണ്ട്. അതേപോലെ തന്നെ എന്തർത്ഥവും കൂടിയുണ്ട്, മനുഷ്യൻ എന്ന അർത്ഥവും കൂടിയുണ്ട്. അപ്പോ മാൻ ഈസ് എ ആണ് ഒരു സോഷ്യൽ ബീയിങ്. സോഷ്യൽ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹിക ജീവികൾ അല്ലെ, സമൂഹത്തിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ സോഷ്യൽ ബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാൻ, മനുഷ്യൻ എന്താണ്, ഒരു സോഷ്യൽ ബീയിങ്, ഒരു സാമൂഹിക ജീവി ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതൊരു സെന്റൻസ് കിട്ടുമ്പോഴും അത് ആദ്യം സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളോട്, നമ്മൾ സെന്റൻസിന്റെ അവസാന ഭാഗത്തോട്ട് പോകണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യൻ എന്താണ്, സോഷ്യൽ ബീയിങ് എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവി. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഹി ഹാസ് ടു ലിവ് ഇൻ സൊസൈറ്റി. ഹി എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ. ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്താണ്, ഹാസ് ടു ഉപയോഗിച്ചാലും എന്താണ്, V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹാവ് ടു ഉപയോഗിച്ചാലും എന്താണ്, V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ഹാസ് ടു ജീവിക്കേണ്ടതുണ്ട്, ഹാസ് ടു ലീവ് ജീവിക്കേണ്ടതുണ്ട്, ഹാസ് ടു പ്രേ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഹാസ് ടു വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ്, ഹി ഹാസ് ടു ലീവ് ഇൻ സൊസൈറ്റി. അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ ആരാ, ഒരു സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, അവന് ഹാസ് ടു ലീവ് ജീവിക്കേണ്ടതുണ്ട്. ഇൻ എന്ന് പറയുന്ന വാക്കിന് നമുക്ക് ഇൽ എന്ന അർത്ഥം കൊടുക്കാം. ഇല്ല. അപ്പോൾ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ജീവിക്കേണ്ട കാര്യമാണ് അല്ലെ. മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് അവർ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത്. നെക്സ്റ്റ്, ദ പീപ്പിൾ ഹൂ ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി. ഇപ്പൊ ഇവിടെ ഒരു ഹൂ നിങ്ങൾ കണ്ടു. ഇതിനെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയും. റിലേറ്റീവ് പ്രൊനൗണിന്റെ ഒരു ചെറിയ ക്ലാസ് ഞാൻ എടുത്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് റിലേറ്റീവ് പ്രൊനൗൺ നിങ്ങൾക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മെയിൻ ക്ലോസ് എന്നൊക്കെയുണ്ട്, അവരെയെല്ലാം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് പറയുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണ് എങ്കിൽ ഈ ആൾക്കാരെ കുറിച്ച് പറയാൻ വേണ്ടി, അവരെങ്ങനത്തെയാണ്, എന്താണ് അവർ ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടേ എന്നൊക്കെ പറയാനാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഹൂവിനെ ഇവിടെ നിർത്തിയേക്കാം, നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദ പീപ്പിൾ, ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, ആ ലീവിങ് ഇൻ എ സൊസൈറ്റി. ആറ് ലീവിങ് ING വന്നു, ഇൻ എ സൊസൈറ്റി. അവര് സൊസൈറ്റിയിൽ ജീവിക്കുകയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറയണത്, നീഡ് ആവശ്യമാണ്, അല്ലെങ്കിൽ അല്ലെ. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, വേണം എന്നാണ് അർത്ഥം. അപ്പോ നീഡ് ടു ഹാവ്, ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ട്. അപ്പോ നീഡ് ടു ഹാവ് ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം, അതൊരു ആവശ്യമായിട്ടുണ്ടാകണം. എന്താണ്, സപ്പോർട്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സഹായം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സഹായം അല്ലെങ്കിൽ അവർക്കൊരു പിന്തുണ.
ആൻഡ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്താ? ഒരു സഹകരണം. കോപ്പറേഷൻ സഹകരണം. ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്റെ അല്ലെങ്കിൽ യുടെ എന്നാണ് അർത്ഥം. ഇന്റെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. യുടെ. ഓഫ് ഓൾ എല്ലാവരുടെയും ഇതാ അതർ മെമ്പേഴ്സ്, ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ. ഓഫ് ഓൾ ദ അതർ മെമ്പേഴ്സ്. അപ്പൊ എന്താണ് അർത്ഥം? ദ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി. ജനങ്ങൾക്ക് സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ അവർക്ക് എന്ത് വേണം? നീഡ് ടു ഹാവ് ദ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഓഫ് ഓൾ ദ അതർ മെമ്പേഴ്സ്. ബാക്കിയുള്ള ആൾക്കാരുടെ സഹകരണവും പിന്തുണയും അല്ലെങ്കിൽ സഹായവും ഉണ്ടാകണം അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ. അപ്പൊ അവര് സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് സഹകരണവും സപ്പോർട്ടും മറ്റുള്ള ആൾക്കാരുടെ ഉണ്ടാകണം, അല്ലേ? ഓക്കെ. ഇനി വി നീഡ്. വി എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വേണം. അതർ പീപ്പിൾ മറ്റുള്ള ആൾക്കാരുടെ. ജസ്റ്റ് ആസ് എന്ന് പറഞ്ഞാൽ പോലെ. ദേ അവർക്ക്. നീഡ് ആവശ്യം. അസ് ഞങ്ങൾക്ക്. അപ്പൊ എന്താണ്? വി നീഡ് അതർ പീപ്പിൾ. നമുക്ക് മറ്റുള്ള ആൾക്കാരെ വേണം. അതുപോലെ തന്നെ അവർക്ക് നമ്മളെയും വേണം. ദേ നീഡ് അസ്. ദേ നീഡ് അസ്. നമ്മളെയും വേണം. അപ്പൊ എന്താണ്? നമുക്ക് അവരെ വേണ്ടതുപോലെ തന്നെ അവർക്ക് നമ്മളെയും വേണം. അതല്ലേ? വി നീഡ് അതർ പീപ്പിൾ ജസ്റ്റ് ആസ് ദേ നീഡ് അസ്. നമുക്ക് മറ്റുള്ളവരെ വേണം പോലെ തന്നെ അവർക്ക് നമ്മളെയും വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ വേണ്ട പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ വേണം, അല്ലെ? നമുക്ക് മറ്റുള്ളവരെ വേണ്ട പോലെ തന്നെ അവർക്ക് മറ്റുള്ളവരെയും വേണം. പോലെ. ആസ് എന്ന് പറഞ്ഞാൽ പോലെ. മനസ്സിലാകുന്നുണ്ടോ? അതെയോ ഞാൻ വെറുതെ പറഞ്ഞു പോവുകയാണോ ചെയ്യുന്നത്? ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ആണ് ഈ ഒരു രീതിയിലുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും കൂടെ പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നെക്സ്റ്റ്, നോ വൺ ക്യാൻ ലീവ് എലോൺ ഓൺ ആൻ ഐലൻഡ്. നോ വൺ എന്ന് പറഞ്ഞാൽ എന്താ? ആരുമില്ല, അല്ലെ? ആരും അല്ലെങ്കിൽ ഒരാളും. നോ വൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഒരാളും അല്ലെങ്കിൽ ആരും ക്യാൻ ലീവ് എലോൺ ഓൺ ആൻ ഐലൻഡ്. ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാൻ കഴിയും എന്നാണ് ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം. ക്യാൻ ലീവ് കഴിയും, ജീവിക്കാൻ കഴിയും. പക്ഷേ നോ വൺ ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് നോ വൺ കനോട്ട് ലീവ് എന്ന് പറയേണ്ട കാര്യമില്ല. നോ വൺ എന്ന് പറയണത് തന്നെ ഒന്നുമില്ല, ഒരു നെഗറ്റീവാണ്. അപ്പൊ അവിടെ ഇനി നമ്മളൊരു വീണ്ടും ഒരു നോട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഡു നോട്ട് കൊടുത്തോ ഡെസിൻറ്റ് കൊടുത്തോ ഒന്നും അതിനെ നമ്മളൊരു വീണ്ടും ഒരു നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നോ വൺ ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ ആർക്കും ജീവിക്കാൻ കഴിയുമെന്നല്ല അർത്ഥം, കഴിയില്ല എന്നാണ് അർത്ഥം. കാരണം നോ വൺ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ഒന്നുമില്ല. അപ്പൊ ഇനി ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നോ വൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗറ്റീവ് വാക്ക് അവിടെ ചേർക്കേണ്ട. അപ്പോൾ നോ വൺ ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ജീവിക്കാൻ കഴിയുമെന്നല്ല, ജീവിക്കാൻ കഴിയില്ല. എവിടെയാണ്? എലോൺ, ഒറ്റയ്ക്ക്. എവിടെയാണ്? ഐലൻഡ്, ദ്വീപില്. ആൻ ഐലൻഡ്, ഒരു ദ്വീപില് ഒരാൾക്കും ഒറ്റയ്ക്ക് തനിച്ച് ജീവിക്കാൻ കഴിയില്ല. ഇസ് ഇറ്റ് കറക്റ്റ്? അല്ലെ? ഇറ്റ് ഇസ് കറക്റ്റ്. അത് കറക്റ്റ് ആണ്. ഒരാൾക്കും തനിച്ച് ജീവിക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, വി നീഡ്. എന്താണ്? നമുക്ക് വേണം. വി നീഡ് എന്ത് വേണം? എവരി വൺസ് ഇൻട്രാക്ഷൻസ്. എവരി വൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു അപ്പർസ്ട്രോഫി ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ. എവരി വൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, അല്ലെ? എവരി വൺസ്. ഇത് നോക്കൂ, ഒരു അപ്പർസ്ട്രോഫി ഉണ്ട്, എസ്. എവരി വൺസ്, നമുക്ക് എല്ലാവരുടെയും ഇൻട്രാക്ഷൻസ്. ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാക്ഷൻ, നല്ലൊരു ഇൻട്രാക്ഷൻ, ഇടപെടലുകൾ, അല്ലെ? ഇടപെടലുകൾ. ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇടപെടലുകൾ. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ ഇതിനായി അല്ലെങ്കിൽ വേണ്ടി എന്നൊക്കെ ഒരു അർത്ഥം. ഇൻ ഓർഡർ ടു ഹാവ് എ ഗുഡ് ലൈഫ്. ഹാവ് ഉണ്ട്, എ ഗുഡ് ലൈഫ്, നല്ല ലൈഫ് ഉണ്ടാകാൻ വേണ്ടി. ഇൻ ഓർഡർ ടു വേണ്ടി അല്ലെങ്കിൽ അതിനെ നല്ല ലൈഫ് ഉണ്ടാകുന്നതിനായി നമുക്ക് എന്ത് വേണം? എല്ലാവരുമായിട്ടുള്ള ഇടപെടലുകൾ വേണം. എല്ലാവരുടെയും ഇടപെടലുകളാണ് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നത്. നല്ലൊരു ജീവിതം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻട്രാക്ഷൻ. എവരി വൺസ് ഇൻട്രാക്ഷൻസ്, എല്ലാവരുടെയും ഇടപെടലുകൾ നമുക്ക് വേണം.
നെക്സ്റ്റ്, ദോസ് ഹു ഹാവ് ദ സ്കിൽസ്. ദോസ് എന്ന് പറഞ്ഞാൽ എന്താ? അവര്, അല്ലെങ്കിൽ ഏതൊരാളോ അവര്. വീണ്ടും ഇവിടെ ഹൂ വന്നു. ഇവരെ കുറിച്ച് ഇനി പറയാൻ പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഹൂ ചേർത്തത്. ദോസ് ഹു ഹാവ് ദ സ്കിൽസ് നീഡഡ് ഫോർ ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളുടെ ഇടയിലുള്ള ബന്ധം, അല്ലെ? പരസ്പര ബന്ധം. ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, 2-3 വ്യക്തികൾ, 2 വ്യക്തികളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ, 2 വ്യക്തികളുടെ ഇടയിൽ. അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളുടെ ഇടയിലുള്ള ബന്ധം, അതായത് വ്യക്തികളുടെ ഇടയിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വി ഹാവ് ദ സ്കിൽസ് നീഡഡ് ഫോർ, ദോസ് ഹു, ദോസ് ആർക്കാണ് ഇവിടെ? ഹു, ആർക്കാണോ ഉണ്ട് സ്കിൽസ്, കഴിവുകള്. എന്ത് കഴിവുകള്? ഇന്റർപേഴ്സണൽ റിലേഷൻസ്, മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള കഴിവുകൾ ഉള്ളത് ആർക്കാണോ? ദോസ്, ഏതൊരാൾക്കാണോ, ആൾ അങ്ങനത്തെ ആയിരിക്കും. വിൽ ബി, ആയിരിക്കും. വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും. എന്തായിരിക്കും? ഹാപ്പി, സന്തോഷമായിരിക്കും. ആൻഡ് സക്സസ്ഫുൾ എന്താണ്? അവന് വിജയമുള്ളവനുമായിരിക്കും, വിജയം വരിച്ച ആളുമായിരിക്കും. എങ്ങനെ? ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഉള്ള ആൾ എങ്ങനത്തെ ആയിരിക്കും? വിൽ ബി ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ. അപ്പൊ ദോസ്, ഏതൊരാൾക്കാണോ ഈ സ്കിൽസ് നീഡഡ് ഫോർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ആവശ്യമുള്ള കഴിവുള്ളത്. നീഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്. മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ കഴിവുള്ള വ്യക്തി ആരാണോ അവർക്ക് എന്തുണ്ട്? വിൽ ബി ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ. They will be balanced in their outlook on life. They will be, ആയിരിക്കും. ബാലൻസ്ഡ് എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന, സമീകൃത എന്ന് പറയല്ലേ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഡയറ്റ്. അതുപോലെ ബാലൻസ്ഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ, ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള അതിന്റെ അവസ്ഥ അല്ല, അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് സന്തുലിതമായത്, അല്ലെ? എല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും. ബാലൻസ്ഡ് ഇൻ ദെയർ, അവരുടെ ഔട്ട്ലുക്ക്. എന്താണ് ഔട്ട്ലുക്ക്? നമ്മൾ പറയും നിന്റെ ഔട്ട്ലുക്ക് നല്ലതാണ് എന്ന് പറയില്ലേ? ഔട്ട്ലുക്ക്, ആ ഒരു അർത്ഥം നമ്മൾ പറയുന്നത് നിന്റെ ഡ്രസ്സും നിന്റെ കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. ഇവിടെ ഔട്ട്ലുക്ക് എന്താണ്? കാഴ്ചപ്പാട്. ഓൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എബൌട്ട്, ഓൺ എബൌട്ട് ലൈഫ് എന്ന് പറയുന്നത് എബൌട്ട്, കുറിച്ച്. എബൌട്ട് എന്ന് പറയുന്നത് കുറിച്ച് എന്നാണ്. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാലും കുറിച്ച് എന്ന അർത്ഥമുണ്ട്. ഓൺ എന്ന് പറഞ്ഞാലും കുറിച്ച്. അപ്പോൾ ഔട്ട്ലുക്ക് ഓൺ ലൈഫ്, ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? അവരുടെ ബാലൻസ്ഡ് ആയിരിക്കും, സന്തുലിതമായിരിക്കും. ദേ വിൽ ബി, അവരുടെ കാഴ്ചപ്പാട്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് എങ്ങനത്തേതായിരിക്കും? സന്തുലിതമായിരിക്കും. അതെന്ന് വെച്ചാൽ എല്ലാം നല്ല സന്തുലിതമായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത വീക്ഷണം എന്താണ്? നല്ലതായിരിക്കും. അങ്ങനെ തന്നെ എല്ലാം ഉൾക്കൊള്ളും. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നവിടെ, ഇങ്ങനെ സോഷ്യൽ ബീയിങ് ആണ് എങ്കിൽ, മനുഷ്യരുമായിട്ട് ഇടപെട്ട് അവരുടെ സപ്പോർട്ടും സഹകരണത്തോടെയും കൂടിയൊക്കെ ജീവിക്കുന്നവരാണ് എങ്കിൽ അവരുടെ ലൈഫ് സന്തുലിതമായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് നല്ലതായിരിക്കും. അത് തന്നെ, അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ലൈഫ് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് പഠിച്ച വൊക്കാബുലറി നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചത് എന്താണ്? മാൻ എന്ന് പറയാൻ മനുഷ്യൻ എന്ന അർത്ഥം കൂടിയുണ്ട്. സോഷ്യൽ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക ജീവി. ആൻഡ് നമ്മൾ പഠിച്ചത് നീഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സഹകരണം. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പറേഷൻ, സഹകരണം. സപ്പോർട്ട് എന്ന് പറഞ്ഞാലും സഹകരണം എന്ന് തന്നെ ഉണ്ടല്ലേ അർത്ഥം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, അല്ലെങ്കിൽ പിന്തുണ, അല്ലെ? അത് തന്നെ. കോപ്പറേഷൻ, സഹകരിക്കുക. ഓഫ് ഓൾ അതർ മെമ്പേഴ്സ്. വി നീഡ് എന്ന് പറഞ്ഞാൽ വേണം, അല്ലെങ്കിൽ ആവശ്യം എന്നൊക്കെ അർത്ഥം. നോ വൺ, ആരുമില്ല. പിന്നെ എവരി വൺസ്, എല്ലാവരുടെയും. ഇൻട്രാക്ഷൻസ്, ഇടപെടലുകൾ. ഇൻ ഓർഡർ ടു, വേണ്ടി. ഹാവ് എ ഗുഡ് ലൈഫ്, സക്സസ്ഫുൾ, വിജയകരമാവുക. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. കാരണം അവർ തമ്മിലുള്ള ഒരു ബന്ധം. വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും. ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ. പിന്നെ ഔട്ട്ലുക്ക് ഓൺ ലൈഫ്, ജീവിതത്തെക്കുറിച്ചുള്ള ജീവിത വീക്ഷണം. അത് തന്നെ. ഔട്ട്ലുക്ക് ഓൺ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഔട്ട്ലുക്ക് ഓൺ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് എന്തായിരിക്കും? സന്തുലിതമായിരിക്കും. വിൽ ബി ബാലൻസ്ഡ്, സന്തോഷകരമുള്ളതായിരിക്കും. അങ്ങനെയാണ് അർത്ഥം.
അപ്പൊ ഞാനിപ്പോ ഒരു കുഞ്ഞു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇവിടെ തൊട്ട് ഇവിടെ ഇത് കുട്ടികൾ, ഇത് ഒരു എൻ്റെ മോൻ്റെയാണ്. അപ്പം നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും സ്കൂളിലുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പുസ്തകം എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്കുക. കാരണം ഇത് വളരെ സിമ്പിൾ അല്ലേ, കുട്ടികൾ പഠിക്കുന്നതല്ലേ. അപ്പൊ പക്ഷേ നമുക്കിത് വായിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. കുട്ടികൾ പഠിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്താ വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, അർത്ഥം മനസ്സിലാകുന്നില്ല. അപ്പം ഒന്നുകൂടെ ഞാൻ വായിക്കാൻ അറിയത്തില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടെ ഇത് ഒത്തിരി ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. ഹി ഹാസ് ടു live in society. The people who are living in a society need to have the support and cooperation of all the other members. We need other people just as they need us. No one can live alone on an island. We need everyone's interactions in order to have a good life. Those who have the skills needed for interpersonal relations will be happy and successful. They will be balanced in their outlook on life. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായി ചെയ്യേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു, മലയാളം തരുന്നത് ഇംഗ്ലീഷിലോട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. അത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, അതെനിക്ക് തോന്നുന്നു ഒരു 70-75% ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പുസ്തകത്തെ തൊടുകയേയില്ല. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. നമ്മളൊരു വലിയ ന്യൂസ് പേപ്പർ ഒന്നും എടുത്തുകൊണ്ട് വെച്ച് വായിക്കുകയല്ല ചെയ്യുക. ന്യൂസ് പേപ്പറിലെ വൊക്കാബുലറി മാറ്റുകൊണ്ട് ഭയങ്കര എന്താ പറയുക, കടുകട്ടി വൊക്കാബുലറിയാണ്. നമ്മുടെ മലയാളമാണെങ്കിൽ നമുക്ക് മലയാളം ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് വായിച്ചാലും നമുക്കറിയാലോ ചില വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. അതേപോലെയാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. നമ്മളിപ്പോൾ അതൊന്നും അല്ല എടുത്തത്, നമ്മൾ നമ്മുടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു പുസ്തകമാണ് എടുത്തത്. അതിനകത്തെ വൊക്കാബുലറി എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, എല്ലാ വാക്കുകളും നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ അതൊന്ന് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ നമുക്കുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു 3-4 സെന്റൻസേ ഞാൻ നിങ്ങൾക്ക് തന്നുള്ളൂ. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് കമന്റ് ബോക്സ് നിങ്ങൾ അറിയിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിലും ഇങ്ങനത്തെ ക്ലാസ്സുകളുള്ളൂ. കാരണം ഇതിങ്ങനെ പറഞ്ഞു തരാൻ അത്രയ്ക്കൊരു കഴിവ് എനിക്കില്ലെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു എന്നുള്ളതല്ലാതെ അത് അങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നേ എന്നൊന്നും പറഞ്ഞു തരാനുള്ള അത്രയ്ക്കൊരു കഴിവ് എനിക്കിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ തോന്നി എനിക്ക് ഇല്ല എന്ന് തോന്നി. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇനിയും വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഓണത്തിന്റെ തിരക്ക്, ഓണാവധി, അമ്മമാരൊക്കെ അടുക്കളയിൽ കിടന്ന് പണിയായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഇംഗ്ലീഷ് നിങ്ങൾ മറന്നു പോകരുത്. കാരണം നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് വെറുതെ ആയിപ്പോവും. അപ്പം ഇംഗ്ലീഷിനെ മറന്നു പോകാതെ ഒരു അരമണിക്കൂർ നമ്മുടെ ഓരോ വീഡിയോകളും കണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ മറന്നു പോകാതെ ക്ലാസ്സുകൾ കേൾക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.